ഹേ ഗൈസ്, എല്ലാവർക്കും മാസ്റ്റർ ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇറ്റ്സ് മീ ഗൈസ് MG. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹാപ്പി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻക്രാഫ്റ്റിൽ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടക്കം പൊട്ടിക്കും ഗൈസ്. ഇന്ന് ഇപ്പോൾ രാത്രിയിലാണ് ഗൈസ് നമ്മൾ പടക്കം പൊട്ടിക്കാൻ ഉദ്ദേശിച്ചത്. രാവിലെ പരിപാടി ഒന്നുമില്ല ഗൈസ്. നമ്മൾ സാധാ പോലെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കും, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, രാത്രിയിലത്തേക്കുള്ള സെറ്റപ്പൊക്കെ ചെയ്യണം ഗൈസ്, പടക്കമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ക്യാമ്പ് ആണ് ഗൈസ്. ക്യാമ്പല്ല, സോറി, ട്രീ ഹൗസ്. അപ്പൊ നമ്മുടെ ഇതാണ് ഗൈസ് നമ്മുടെ പടക്കം വെച്ചിട്ട് ഇത്രയും പടക്കമുണ്ട്. TNT ഒക്കെ പൊട്ടിക്കാവുള്ളതാണ്. TNT ഇത് കത്തിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് ഗൈസ് നമ്മുടെ രാത്രിയിലത്തേക്കുള്ള ആഘോഷിക്കാനുള്ള സെറ്റപ്പ്. അപ്പൊ സമയം സന്ധ്യയായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കയറി ഞാൻ കാണിച്ചു തരാം. ഇന്ന് രാത്രി ആയിക്കോട്ടെ. നമുക്ക് ഇവിടെ ഉള്ളമാരെല്ലാം ക്ലിയർ ചെയ്ത് കളയാറുണ്ട്. മരൊക്കെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. നമ്മുടെ അയങ്കോളം മച്ചാനുണ്ട്. അതുകൊണ്ട് സോമ്പി ഒന്നും അവിടെ വരൂല. അങ്ങനെ ഒരു കാര്യത്തിൽ പേടിക്കണ്ട. അടങ്ങടാ. നമ്മുടെ ഈ ഒരു ഏരിയ ഫുള്ള് ക്ലിയർ ചെയ്യണം. നമ്മൾ പറയാൻ മറന്നു ഞാൻ, നമ്മുടെ അയങ്കോളത്തിനെ മച്ചന്മാരെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ വീടിന്റെ സംരക്ഷകരായിട്ട്. കുതിരക്കൊക്കെ ഇങ്ങനെ അഹങ്കാരം നോക്കണു. MGയുടെ സ്ഥലത്ത് വന്ന് ഷോ ഓഫ് ഇറക്കാം. ഇനിമേൽ ആ ടെറിട്ടറി നിന്റെ, ഈ ടെറിട്ടറി എന്റെ എന്നൊന്നും പറയണ്ട, വിട്ടുപിടി. The world is my territory. നമ്മളെ സമയം ഇരുട്ടി വരുന്നുണ്ട്. സൂര്യൻ താഴത്തേക്ക് അസ്തമിച്ച് വരികയാണ്. നമ്മളെ വെയിറ്റ് ചെയ്യുവാണ്. സൂര്യൻ താഴത്തേക്ക് ഒന്ന് വന്നു കഴിഞ്ഞിട്ട് വേണം എല്ലാ സെറ്റപ്പും നമുക്ക് ചെയ്യാൻ. ഏകദേശം നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ രാത്രി ആയിട്ടുണ്ടേ. ഇതാണ് നമ്മളെ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും നല്ല വയസ്സ്. നമ്മളെ കഷ്ടപ്പെട്ട് 2 ദിവസം ഇരുന്ന് കുത്തിയിരുന്ന് റെഡിയാക്കി ഹാപ്പി വിഷു വയസ്സ്. ഇപ്പുറത്തെ സൈഡിലുണ്ട് വയസ്സ്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഹാപ്പി വിഷു. അപ്പൊ നമുക്ക് പടക്കങ്ങൾ പൊട്ടിച്ച് സെലിബ്രേഷൻ തുടങ്ങാം ഗൈസ്. ഇന്നത്തെ വിഷു സെലിബ്രേഷൻ. ഞാൻ ഒരു നല്ല വ്യൂ കിട്ടാൻ വേണ്ടി ഇതിന്റെ മേളിൽ കയറിയിരുന്നു ഗൈസ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഇതിലോട്ട് സെന്റർ ബാക്ക്. ഓ ഗൈസ്, നമ്മളെ അയങ്കോളം എൻ്റർ അവന്മാരെയൊക്കെ കൊല്ലുന്ന ഗൈസ്. നമുക്ക് പോയിട്ട് സഹായിക്കാം ഗൈസ്. നമുക്ക് അവന്മാരെ നമ്മുടെ തീർക്കണം ഗൈസ്. നമ്മുടെ വാളവിടെ നീ മച്ചാന്മാരെ കൊണ്ടുപോകണം. അയ്യോ, നമ്മള് വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ട് ഇവിടെ എന്താ ഗൈസ് കാണിക്കുന്നത്? നമുക്ക് വിഷു സെലിബ്രേറ്റ് ചെയ്യണം ഗൈസ്. എൻട്രൈയൊക്കെ കിട്ടി. നമുക്കിപ്പോ ഒന്നും ചെയ്യണ്ട ഗൈസ്. നമ്മുടെ സോംബീസിനെ എല്ലാം ഈ അയങ്കോളം തന്നെ കൊന്നോളും. നമ്മൾക്ക് അതിന്റെ സാധനങ്ങളൊക്കെ എടുത്താൽ മതി ഗൈസ്. എടാ, നിന്നോടൊക്കെ എന്റെ ഏരിയ കയറില്ലെന്ന് ചോദിക്കാതെ കേറാൻ പറ്റില്ല. ഈ MG ആരാന്ന് അറിയാമോ? ഇവിടെ ഭയങ്കര വലിയ മാഫിയാണ് കേട്ടോ. ഞാൻ ഇല്ലാതെ വെട്ടി തുണ്ടുണ്ടാക്കി കറി വെക്കുന്നു. പശു ബിരിയാണി വെക്കുന്നു. ഉമ്മാരെയൊക്കെ കൊണ്ട് വലിയ ശല്യമാണല്ല. നമുക്ക് നമ്മുടെ സെലിബ്രേഷൻ തുടങ്ങാം. ഉമ്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. ഉമ്മാരൊക്കെ എന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സെലിബ്രേഷൻ തുടങ്ങാൻ ഉദ്ദേശിച്ചേക്കുന്നത്.
അതിനു മുമ്പ് നമുക്ക് പോയിട്ട് നമ്മളെ പടക്കം എടുത്തോണ്ട് വരാം. വേണ്ടാത്ത ഐറ്റംസ് ഒക്കെ തിരിച്ചു വെക്കട്ടെ. ഫൈനലി നമ്മൾ നമ്മുടെ പടക്കങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. മച്ചാനെ ഹാപ്പി വിഷു. വിഷു ആഘോഷിക്കണ്ട മച്ചാനെ. മച്ചാൻ എന്താണ് മച്ചാനൊരു മൈൻഡ് ഇല്ല ലൈസ്. ആ പിന്നെ നമ്മുടെ ഏരിയയിലോട്ട് ആൾക്കാരെ കയറ്റി വിടൂ ലൈസ്. സീനാണ് ഗൈസ്. നമുക്ക് നമ്മുടെ വിഷു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. എല്ലാ അച്ഛന്മാർക്കും മാസ്റ്റർ ഗെയിമറിന്റെ ഒക്കെ ഹാപ്പി വിഷു ഗൈസ്. നമ്മള് പടക്കം പൊട്ടിച്ച് പൊളിക്കുകയാണ് ഗൈസ്. നമുക്ക് നമ്മുടെ ഏരിയയിലോട്ട് പോവാം. മെയിനായിട്ടുള്ള ഇത് ലാസ്റ്റാണ് നമ്മൾ ഇത് പൊട്ടിക്കാൻ പോണേ. രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പടക്കെല്ലാം പൊട്ടിച്ച് കഴിയണം ഗീസ്. ഇതാണ് ഗീസ് നമ്മുടെ മെയിൻ ഏരിയ. ഹാപ്പി വിഷു എന്ന് എഴുതിയേക്കണ ഗ്ലോ സ്റ്റോണിൻ്റെ ഏരിയ. ഇവിടെ നമുക്ക് പൊട്ടിക്കാം ഗീസ്. ഇത്രയും പടക്കമൊന്നും അല്ല ഗീസ്. നമ്മൾ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് പടക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് വെക്കാം ഗൈസ്. ഇതൊന്നും വേണ്ട ഇപ്പം. പടക്കം പൊട്ടിച്ച് തുടങ്ങാം ഗൈസ്. നമുക്ക് ഓരോ പടക്കം വെച്ച് നോക്കാം. ഇത് വൈറ്റ് ആണ്. ഇത് ഏതാണ്? ഇത് ബ്ലാക്ക് പടക്കും. ബ്ലാക്ക് പടക്കൊന്നും ഇതുവരെ നമ്മള് കാണാറില്ല. ഇതൊക്കെ റിയൽ വേൾഡിലുണ്ടാ. ബ്ലാക്ക് പടക്കം കൊള്ളാം ഗൈസ്. നമ്മുടെ ഒറിജിനൽ വേണ്ടിന് വേണമായിരുന്നു. പിങ്ക് പടക്കോ? പിങ്ക് പടക്കം ഉണ്ടെന്ന് തോന്നല ഗൈസ്. കൊള്ളാം ഗൈസ്. പിങ്ക് നല്ല രസമുണ്ട്. ബ്ലാക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. ഇതിലൊന്നും ഇല്ല. ചുമ്മാ എടുത്ത് വെച്ചേക്കണ്. ഇതിൽ വല്ലോണ്ടോ? ഓ പച്ചപ്പടക്കമൊക്കെ ഡാ പൊളി. പച്ചപ്പടക്കമൊക്കെ ഉണ്ട് ഗൈസ്. റെഡൊക്കെ നമ്മള് കാണാറില്ലാണ് സ്ഥിരം അമ്പലപ്പ. ബ്ലാക്കും ഗ്രേയും ആണ് ഗൈസ് എനിക്ക് അട്രാക്റ്റ് ആയത്. ഒരു റോസ് കളറ്. ഇത് ഏത് കളറാ? റോസ്. ഇതാ ബ്ലൂ കളർ പടക്കം ഗൈസ്. മെയിനായിട്ടുള്ളത് നമ്മൾ മഞ്ഞ കളർ പടക്കം തന്നെയാണ് ഗൈസ്. അതല്ലേലും അതൊക്കെ തന്നെ. അപ്പൊ എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി വിഷു ഗൈസ്. നമ്മളെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് എഴുതിയ റിസൾട്ടാണ് ഗൈസ് ഇത്. നമുക്കിതിന് മേളിൽ കയറി നോക്കാം ഗൈസ്. നമുക്കിത് മേളിൽ നിന്ന് പടക്കം പൊട്ടിച്ചാലാ? അതെന്ത് പറയണം? അത് അടിപൊളിയല്ലേ? എന്റെ ഒരു സോംബിയാ താഴെ വീണി ചത്തോളും ഗൈസ്. ചത്ത് ഗൈസ്. എന്റെ ഒരു സോംബിയാ. എൻജിയുടെ ഒരു അടിപൊളിയല്ലേ? അടിപൊളി. അയ്യോ നമ്മളിവിടുന്ന് പടക്കം പൊട്ടിക്കാണ്. പൊളി 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 പൊളി. ഇപ്പൊ രാവിലെ ആവണ്ടേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോംബ് പൊട്ടിക്കാം. നമ്മുടെ ബോംബ് പൊട്ടിക്കാനുള്ള ഐറ്റം എടുത്തിട്ടുണ്ട്. ഇത് കൊള്ളാലോ. അയ്യോ തീ പിടിച്ച് തീ പിടിച്ച് തീ പിടിച്ച്. നമ്മളെ മരത്തിന് തീ പിടിച്ചേക്കണാണ്. നമ്മള് ബോംബ് പൊട്ടിക്കാനുള്ള ഐറ്റം എടുത്തിട്ട് നമ്മള് പൊട്ടിച്ചൊടിക്കാം ഗൈസ്. നമുക്ക് പിന്നെ തീ കത്തിക്കാൻ പറ്റും. തീ കത്തി കത്തി. അയ്യോ രാവിലെ ആയി. ഉച്ചയായില്ലല്ലോ അല്ലേ ഗൈസ്. അങ്ങനെ നമ്മുടെ വിഷു സെലിബ്രേഷൻ അവസാനിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രീ ഹൗസ് കാണിച്ചു തരാം ഗൈസ്. എന്തായാലും കുറെ സമയം ഉണ്ടല്ലോ. അയ്യേ പൊളി 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 പൊളി. നമ്മുടെ വിഷു. അയ്യോ
ഇവിടെ മോനെ ഇതൊന്നും പൊട്ടിയില്ല. ചുമ്മാ ഇരുന്ന് ഇതെല്ലാം പൊട്ടിച്ചു കൊടുത്തരാം. അയ്യോ ഇവിടെ മോനെ ഇവിടെ നിക്കാൻ പറ്റല്ല. അവര് ഏരിയ ഒക്കെ തുളഞ്ഞു പോയാ ആ ഒരു ഏരിയ മൊത്തം തുളഞ്ഞു പോയി. നമുക്ക് കുറെ കോള് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഒന്നും ഇത് പൊട്ടിയിട്ടില്ലേ? ഇതെന്താണ് ഇത് പറ്റീര് പരിപാടി? ഒന്ന് കടക്കാര് പറ്റിച്ചാ ഒരിച്ചു പൊട്ടൂന്നാണല്ലേ പറഞ്ഞത് മച്ചാമാര്. നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം പൊട്ടിക്കാം. രാവിലെ ആയി അങ്ങനെ നമ്മൾ ഇന്നത്തെ വിഷു സെറ്റ് ഇതെന്താണ് കുഴിയാ ഗുഹയാ? മൊത്തം കുഴിഞ്ഞു വന്നേക്കണാണ്. മഞ്ഞമാർ ബോയ്സിൽ പോയ പോലെ ഗുഹയെ പോയ പോലെ. Bam, bop, bada bop, boom, pow. ഇത് നമ്മളെ അടക്കം മുട്ടിട്ടുണ്ടായതാ? അടിയേ അയ്യോ. ഓ സത്തില്ല. ക്രിയേറ്റീവ് മോഡാ. ഇതെന്താ സംഭവം? ഞാൻ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ഇത് നമ്മുടെ വിഷു സെലിബ്രേഷനോട് വെച്ച് കഴിഞ്ഞേ ഞാൻ ഈ ഒരു ആദ്യമായിട്ടാണ് ക്രീപ്പറിനെ മൂട്ടിയിട്ട് കത്തിക്കാൻ. കൊള്ളാല ഏരിയ. അടിയിലോട്ടൊക്കെ സംഭവം ഉണ്ടാ. നമുക്ക് അടുത്ത വീഡിയോയില് ഈ ഗുഹ എക്സ്പ്ലോർ ചെയ്യുന്ന ഗുഹാസ് മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് വീഡിയോ ഇടാം ഗൈസ്. നമുക്ക് തിരിച്ചു പോവാം, അല്ലെങ്കിൽ വഴി അറിയാൻ പറ്റൂല. ഗുഹാസ് മാത്രം എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ഇടാം അടുത്ത വീഡിയോയില്. അയ്യോ വഴി ഏതായിരുന്നടാ? അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഇല്ലായിരുന്നു വഴി. ആ അതെ അത് തന്നെ വഴി. എന്ത് കോവയ്ക്ക മൊണ്ണേടാ. അതെന്താ ഏറി നിക്കണേ? നമ്മുടെ ഇത് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ ട്രീ ഹൗസ് ആണ് ഏറി നിക്കണേ. നമ്മളിവിടുന്ന് കത്തിച്ചു കൊടുത്തത് ഇതെല്ലാം പോയി. ഇതൊന്നും വന്നിട്ട് പൊട്ടിയില്ലല്ലോ. ആഹാ അങ്ങനെ പറ്റൂല. നമുക്ക് ഇതും പൊട്ടിക്കണം ഗൈസ്. എവിടെ 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 സാധനം എവിടെ? ആഹാ അങ്ങനെ വയ്യല്ലല്ലോ ഇത് വീയ. എന്താണ് സംഭവം നോക്കട്ടെ. നമ്മുടെ വിഷുവിന്റെ വീയാന്ന് തോന്നണം. അത് ഇത് മാത്രം അങ്ങനെ സുഖിച്ചിരിക്കണ്ട. ഇത് നമ്മൾ കത്തിപ്പോയി. നമ്മളിവിടെ എല്ലാം ബോംബ് വെക്കണം. അയ്യോ ഹലോ. അയ്യോ ഞാൻ പൊട്ടിച്ചു കൊടുത്തില്ലല്ലോ. ഇതങ്ങനെ തന്നെ പൊട്ടിയേ. തന്നെയാ പൊട്ടിപ്പോയി ഗൈസ്. വേറെ പരിപാടി. അത് ഇത് പൊട്ടിക്കണം ഗൈസ്. നമ്മളിവിടെ ഉള്ള എല്ലാം പൊട്ടിച്ചിട്ട് ഗൈസ് ഇന്നത്തെ വീഡിയോ നിർത്തുക. ആർക്കൊക്കെ ബോറടിച്ചത് പറഞ്ഞാലും എന്തായാലും ബോറടിക്കണമൊന്നും ഇല്ലല്ലോ അല്ലേ? ബോറടിക്കണമെങ്കിൽ നിങ്ങൾ നിർത്തി പോലെ ഗൈസ്. നമ്മളെ ലാസ്റ്റ് ട്രീ ഹൗസ് ഒക്കെ കാണിക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ നിർത്തിപ്പോയി കഴിഞ്ഞാല് ട്രീ ഹൗസ് കാണാൻ പറ്റൂല. പൊട്ട 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 പൊട്ട. അയ്യോ എന്തൊരു സൗണ്ടാണിത്. ഇതെല്ലാം മുട്ടി വന്നിട്ടുണ്ട്. എനിക്കിതെല്ലാം കത്തിച്ചുവിടാം. കത്തിക്കടാ. പൊട്ടിയില്ല. നമ്മളാ തീട വീട്ടിലല്ലേ അതുകൊണ്ട് വെച്ചേ. ഓ പൊട്ടിയില്ല ഗൈസ്. സീയൊക്കെ ഏറി നിക്കണേ. ഈ ഒരു ഏരിയ അടിപൊളി ഏരിയ ആയിരുന്നു. അയ്യോ എന്നെ ഒഴുകിക്കൊണ്ട് പോവല്ലേ.
അയ്യോ പൊള്ളി 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 പൊള്ളി. ഓ അയ്യോ. ആ ചെസ്റ്റൊക്കെ എയറിലാണ്. ആയി കോഴി കോഴിയെ കത്തിക്കാം ഗൈസ്. കോഴി കത്തുന്നതാണ് നല്ല രസമല്ലേ ഗൈസ്. കോഴിയെ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാം ഗൈസ്. എനിക്ക് കോഴിയെ ഫ്രൈ ചെയ്തത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് കോഴി ഫ്രൈ ഉണ്ടാക്കാം. ഓ കോഴിയൊക്കെ ഓ ചിക്കൻ ഫ്രൈ ആയി ഗൈസ്. ചിക്കൻ ഫ്രൈ ഇന്നുകൊണ്ടിരിക്കുക. എനിക്ക് പെരി പെരിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ള കമന്റ് ചെയ്യണം ഗൈസ്. ഹാപ്പി അങ്ങനെ നിൽക്കണോ? ഹാപ്പിയെ നമ്മളങ്ങനെ നിർത്തുക ഗൈസ്. ഹാപ്പിയൊക്കെ നമ്മളടിച്ച് പൊളിക്കണം. നമ്മൾ ഈ ഹാപ്പി അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പൊ ഹാപ്പി മാത്രം ഒറ്റയ്ക്ക് ഇരുന്നുണ്ടാക്കണ്ട. ഹാപ്പി മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട ഗൈസ്. ഹാപ്പിക്ക് വിഷമായാല ഇതെല്ലാം ഞാൻ പൊട്ടിക്കാൻ പോവാ. പോവൂല. ഇതെല്ലാം ഉണ്ടാക്കി ഞാൻ തന്നെ ഇതെല്ലാം പൊട്ടിക്കുന്നത് ഭയങ്കര പണിയാണ് ഗൈസ്. എനിക്കതിന്റെ വിഷമം മനസ്സിലാവൂല. അതിന്റെ കൂട്ടത്തിൽ കുറെ ഗൈസ്. പിന്നെ ഫൈനലി നമ്മളിത് മൊത്തം റെഡിയാക്കി എടുത്തേക്കാണ്. നമുക്കിനി ഒറ്റ മൈൻഡിൽ ഇതെല്ലാം പൊട്ടിക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ വിഷു സെലിബ്രേഷൻ ഇവിടെ വെച്ച് തീർക്കുകയാണ് ഗൈസ്. ഹാപ്പിയും എല്ലാ സാധനങ്ങളും ഒന്നും വിടാതെ ബാക്കി എല്ലാം നമ്മൾ തീർക്കുകയാണ് ഗൈസ്. പൊട്ട 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 മച്ചാനെ പൊട്ട. അയ്യോ എന്താ പറ്റിയ ഞാനൊന്നും അറിഞ്ഞില്ല. പടക്കം അത് ഓണാക്കി കൊടുത്ത് പിന്നെ ഏതാണ്ടൊക്കെ നടന്നു ഗൈസ്. പിന്നെ ഫുള്ള് വൈറ്റ് കളർ വരുന്നത്. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും കേട്ടില്ല എന്നും പറഞ്ഞു ഗൈസ്. ഇതെന്താണ് ഗൈസ് നമ്മൾക്ക് വരുന്ന വെച്ചോടില്ല. ഇതിന്റെ അവസ്ഥ ഉണ്ടാ ഗൈസ് നിങ്ങള്? അയ്യോ ഇത്ര ഏരിയ നമ്മൾ വടക്കം പൊട്ടിച്ചതിന്റെ പ്രതിഫലമാണ് ഗൈസ്. ഇത്ര ഏരിയ നമ്മൾ അടിച്ച് പൊളിച്ച് സീനാക്കി കളഞ്ഞു ഗൈസ്. നമുക്ക് ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കാം ഗൈസ് ഭാവിയിൽ. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മലയാളം മേലെ വെച്ച് പടക്കം പൊട്ടിക്കാനായിരുന്നു ഗൈസ്. മല ഡു നോട്ട് ഡിസ്ട്രോയ് ഹിൽസ് എന്ന് പറഞ്ഞ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മള് മല ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് തുരന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. ഹാപ്പി വിഷു ആയിട്ട്. വിഷു കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് നമ്മുടെ മൈൻക്രാഫ്റ്റില്. അപ്പൊ നമുക്ക് നേരെ ട്രീ ഹൗസ് കാണാൻ പോകാം ഗൈസ്. അയ്യോ അയ്യോ നമുക്ക് നമ്മുടെ ട്രീ ഹൗസിലോട്ട് പോവാം ഗൈസ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകണതാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ ട്രീ ഹൗസിലോട്ടാണ് ഗൈസ് പോകുന്നത്. ഇവിടോട്ട് എത്താൻ പറ്റിയാൽ മതിയായിരുന്നു. അയ്യോ ഗൈസ് ഈ ബോട്ട് സെറ്റ് കണ്ടോ? ഇതൊക്കെ നമ്മുടെ വിഗ് മച്ചാൻ്റെ ഒരു ചെറിയ ബോറടിക്കുമ്പോൾ ചെയ്യുന്ന പുള്ളി തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഗൈസ്. ചിലരതിനെ വേറെ വലുതും പറയും ഗൈസ്. മച്ചാന് ചെറിയ വട്ടാന്ന് തോന്നുന്നു ഗൈസ്. മച്ചാ ചുമ്മാ ബോട്ടെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ചുമ്മാ ഒരു എന്റർടൈൻമെന്റ്. മച്ചാന് ബോട്ട് കാണുമ്പോൾ ഉള്ള ഒരു എന്റർടൈൻമെന്റ് ആണ് ഗൈസ്. അവിടെ വിഗ് കുറെ ബോട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിയിലുള്ള സംഭവം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഗൈസ്. അതിനെപ്പറ്റി റിസർച്ച് ചെയ്യണം ഗൈസ്. അവന്മാരും കൂടെ വന്നിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാം. നമ്മുടെ വീടിന്റെ ലുക്ക് ഉണ്ട ഏതല്ലേ. നമ്മളിവിടെ എത്തിയേക്കാണ്. മച്ചാനെ ഫുഡൊക്കെ കഴിക്കണ്ട? എന്താ ഈ സുഖമല്ലേ മച്ചാന്? ഫുഡ് ഞാൻ കൊണ്ടുവരാന്ന് വിചാരിച്ചാ മച്ചാനെ. ഫുഡ് അടുത്ത പ്രാവശ്യം കൊണ്ട് തരാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്ത് കയറാം ഗൈസ്. ബൈ ദ ബൈ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ വില്ലേജില്
പോയില്ല. വില്ലേജിൽ പോകാനുള്ള റൂട്ട് അറിയില്ല. അതുകൊണ്ട് നമ്മളൊരു വില്ലേജറിനെ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി. എന്ത് ചെയ്യാനാ, നമുക്ക് കഴിയില്ല. അയ്യോ, പൈസ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലേ അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ്. അതിൽ കുറച്ചും കൂടെ ചെറിയൊരു എക്സ്റ്റൻഷൻ അത്രേ ഉള്ളൂ. ഇവിടെ ഒരു സാധനത്തിന് വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ. ഇത് നമുക്ക് അമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനാണ്, നമ്മുടെ സ്കെൽട്ടനെ പൊട്ടിക്കാൻ. ഇവൻ്റെ കയ്യിരിക്കുന്ന എന്താ, ഇവൻ്റെ കയ്യിരിക്കുന്ന എന്താ ഗൈസ്? ആ, നമ്മുടെ കുതിരയുടെ മേളിൽ ഇരുന്ന സംഭവം, മേളിൽ ഇടുന്ന സംഭവം. ഓയ് ഓയ്, മേളിലോട്ട് പോ. ഇതൊന്ന് താഴോട്ട് പോണേ. എന്താ താഴെ സംഭവം? ഏയ് ഓയ്, ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നതാ. ഞാൻ ക്രിയേറ്റ് ചെയ്തതാ. ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഉള്ള വിവരങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. നമുക്കിപ്പോൾ മേളിലോട്ട് പോവാം. ഇതെവിടാണ്? ഇതിൻ്റെ മേളിലോട്ട് പോകണം. ഇതിൻ്റെ മേളിലോട്ട് ഇതാണ്. അയ്യോ അയ്യോ, ഇതിവിടെ ഇവിടെ ഇവിടെ എൻ്റർമാൻ വന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നമുക്കിതിൻ്റെ മേളിലോട്ട് പോവാം. പോകാനൊരു സ്ഥലവും ഇല്ലല്ലോ. ഗൈസ്, അപ്പം നമുക്ക് അയ്യോ മൈൻഡ് ഔട്ട് ആയിപ്പോയല്ലോ. എവിടെയായിരുന്നു, എന്തായിരുന്നു ചെയ്യാൻ വന്നത്? മേളിൽ പോകണം ഗൈസ്. നമുക്ക് ഈ റൂട്ട് പോവാം, ഈ റൂട്ട് പിടിക്കാം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ഓപ്പണിങ് ഉണ്ടാക്കാനുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ മീറ്റിംഗ് സ്ഥലം. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണില്ല. ഞാനാണ് ഗൈസ് ഇവിടുത്തെ ഡോണായിരിക്കും ഡോണിൻ്റെ സീറ്റ് ഇരിക്കേണ്ടത്. മേളിലും ഉണ്ട് ഗൈസ്, അത് ഡോണാണ് ഗൈസ്. ഇതെന്താ, ഇവിടെ ആരുമില്ല. തുറ ഞാൻ തന്നെ ഉണ്ടാക്കിയെന്നാണ് അത്ഭുതം. ഞാൻ തന്നെ വിശ്വസിക്കുന്നില്ല ഗൈസ്. ഇത് കയറുന്ന കണ്ട പാമ്പ് കയറുന്ന പോലെ ഉണ്ട് ഗൈസ്. ആട് പാമ്പേ ആട് പാമ്പേ. അയ്യോ ഗൈസ്, നമ്മൾ ആടി താഴെ പോയി ഗൈസ്. ഇത് ഞാൻ ഉറപ്പായിട്ടും കയറി. നമ്മൾ കയറി മേലെത്തി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. ഇവിടെ ഒരു 1 2 3 4 ബെഡ് ഉണ്ട് ഗൈസ്. 5ാമതൊരു ബെഡും കൂടി ഉണ്ടായിരുന്നു, അത് നമ്മൾ കളഞ്ഞു ഗൈസ്. ഇതും വെച്ച് പോയിട്ട് നമുക്ക് മേളിൽ നിന്ന് താഴത്തേക്ക് ആരെങ്കിലുമൊക്കെ അടിക്കാം ഗൈസ്. ആരെ അടിക്കും? കുതിരേനെ അടിച്ചാലാ? അല്ലേ വേണ്ട, പാവം കുതിരല്ലേ. ആരെ അടിക്കും? നെതറിലോട്ട് അടിക്കാം ഗൈസ്. എന്തി മാഞ്ഞു പോയാ? ഓ മൈ ഗോഡ്, മാഞ്ഞു പോയി ഗൈസ്. ഈ സാധനം കണ്ട ഗൈസ്, ഇത് പൊളിയാന്നോ ഒന്നറി. രാത്രിയായി. ഈ സാധനം വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് ചാടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. നമുക്ക് ചാടി വീടിൻ്റെ മുകളിലെത്താം, അല്ലെങ്കിൽ ചാടി ആ പുഴയിലോട്ട് എത്താം എന്നുള്ള രീതിയിലാണ് ഞാനിത് വെച്ചത്. നമുക്ക് പിന്നെ ചാടി നോക്കാം ഗൈസ്. വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ചാടി എൻഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സെറ്റപ്പ്. ഇനി നമ്മൾ മേളിലോട്ടും ഇതൊക്കെ മാറ്റും ഗൈസ്. ഇവിടെ ഗ്ലോ സ്റ്റോൺ വെച്ച ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ കുഴിച്ച് മേളിലോട്ടൊരു കോഫി കുടിക്കാനുള്ള ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ടൈപ്പ് ഓഫ് ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഗൈസ്. ഇവിടെ ഞാൻ ഒരു പടക്കം എല്ലാം കൂടെ വെച്ചിട്ടൊരു പടക്കം ഉണ്ടാക്കാൻ നോക്കിയാണ്. പക്ഷെ പടക്കം കൊണ്ട് പടക്കം ഉണ്ടാക്കാൻ പറ്റൂലെന്ന് എനിക്കറിയില്ലായിരുന്നു ഗൈസ്.
ഒന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ തന്നെ ക്രാഫ്റ്റ് ആയിട്ട് വന്നോളും, സാധനങ്ങൾ വെച്ച് കൊടുത്താൽ മതി. ബട്ട് ഇത് നമ്മൾ സാധനങ്ങൾ വെച്ചും കൊടുക്കണം, നമ്മൾ ക്രാഫ്റ്റും ചെയ്യണം. ബൈ ഇവിടെ ഒന്ന് അടച്ചു കൊടുക്കണം ഗൈസ്. എന്തിട്ട് അടയ്ക്കും? നമ്മൾ അടയ്ക്കേണ്ട സാധനം ഇട്ട് അടയ്ക്കണം, ഇതിട്ടടയ്ക്കണം ഗൈസ്. അത് നമ്മൾ അടച്ച് ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും കൂട്ടേണ്ടാവും നോക്കണം. ഇതിന് മേളിൽ ഇപ്പോൾ സോംബി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഗൈസ്, നമുക്ക് അതിനെ പോയി കൊല്ലണം. നമുക്ക് ജസ്റ്റ് അതിനൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. ഓയ്യോ ആരും ഇല്ലല്ലോ. എന്താണ് കാക്ക മലന്ന് പറക്കുമോ? സോംബിയൊക്കെ ഇവിടാണ് ഈ സ്പോൺ ആവേണ്ടത്. പക്ഷെ ഇവിടെ ഒരുത്തനും വന്നിട്ടില്ല. എന്തോ ഒരിത് ഗൈസ്. ഗൈസ് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം, സമയമായി ഗൈസ്. അപ്പോൾ നമ്മുടെ വിഷു വ്ളോഗ് ഇത്രേ ഉള്ളൂ. വ്ളോഗല്ല സോറി, നമ്മുടെ വിഷു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ മൈൻക്രാഫ്റ്റ് നമ്മുടെ വിഷു സെലിബ്രേറ്റ് ചെയ്ത് ഗൈസ്. അത് ആ ഒരു ഏരിയയിലാണ് ഗൈസ് നമ്മുടെ വിഷു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഗൈസ് നമ്മളവിടെ ഫുള്ള് തുരന്ന് വെച്ചേക്കാനാണ്, ഇവിടെ ഫുള്ള് തുരന്ന് വെച്ചേക്കുവാണ് ഗൈസ് നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്തിട്ട്. ആ മല ഞാൻ പറഞ്ഞില്ലേ, ആ മലയാണ് എൻ്റെ ടാർഗറ്റ്. മലയായിരുന്നു എൻ്റെ ടാർഗറ്റ്. ഇപ്പോൾ ഇതാണ് ഗൈസ് നമ്മളിവിടെ എല്ലാം തുരന്ന് പരിവാക്കി വെച്ച്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി ഇതിൻ്റെ മേളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം ഗൈസ്. അതല്ലാതെ ഇനി ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഞാൻ പുറത്തുനിന്ന് പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ പുറത്തുനിന്ന് പോകാൻ പറ്റൂല. ആ ഒരു ഏരിയ നോക്കാൻ നല്ല രസമാണ് ഗൈസ്. ഇത് ആ നെതറിൻ്റെ ഒക്കെ ആ ഒരു ഏരിയന്ന് നമ്മൾ നെതറിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റർ വേൾഡിലോട്ടുള്ള എൻ്റർ പോർട്ടലും കൊണ്ട് ഉണ്ടാക്കി ഗൈസ്. അതെന്താണെന്നറിയില്ല, വർക്കാവുന്നില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ള മച്ചന്മാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരും ഗൈസ്. ഭയങ്കര വലിയൊരു ഹെൽപ്ഫുള്ളായിരിക്കും. നെതറിൻ്റെ ആ ഒരു എൻ്റർ വേൾഡിലോട്ടുള്ള ആ ഒരു എൻട്രി പോർട്ടൽ നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ഹെൽപ്ഫുള്ളായിരിക്കും ഗൈസ്. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് പോവാം. ചാറ ഓയ്യോ ചത്തില്ലേ? ഞാൻ ജീവനോടൊക്കെ ഉണ്ടോ? ആ ക്രിയേറ്റീവ് ആണല്ല ഗൈസ്. നമ്മളിവിടെ എത്തി. ഇത് എൻ്റെ ഏരിയയിൽ ഉമ്മാരൊക്കെ ഇരിക്കണം. നമ്മുടെ MGയുടെ ഏരിയയിൽ പിന്നെ പൗഡർ ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ നെതർ പോർട്ടൽ. സോറി നമ്മുടെ എൻ്റർ വേൾഡിലോട്ടുള്ള പോർട്ടൽ, നമ്മുടെ എൻ്റർ പോർട്ടൽ ഗൈസ്. പിന്നെ ഇവനെയൊക്കെ കൊണ്ട് വലിയ ശല്യമാണല്ലോ ഇവിടെ. ഇവനെയൊക്കെ ഉണ്ടാക്കിയ ആരാ? പിന്നെ ഇവനെ വൈനാണ്ടല്ല ചാട ബാക്കി അടുത്തവൻ എൻ്റെ ഏരിയ വന്നിട്ട് ഷോൾഡർ ചത്തവൻ ഒറ്റടിക്ക് ചത്ത് ഗൈസ്. അപ്പോൾ നമ്മുടെ എൻ്റർ പോർട്ടൽ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് എനിക്ക് യൂട്യൂബിൽ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് മനസ്സിലായത് ഗൈസ്. ഇപ്പോൾ നമ്മുടെ മൂന്നെണ്ണം ഇവിടെ അതിൻ്റെ മേളിൽ എൻ്റർ ആയും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ നടുക്കുള്ള ബ്ലാക്ക് സാധനം ഉണ്ടായിട്ടില്ല ഗൈസ്. നമ്മൾ ചാടിയിട്ടൊന്നും പറ്റുന്നില്ല ഗൈസ്. എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. അത് നിങ്ങൾക്കറിയാവുന്ന മച്ചന്മാരാരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ നെതറിലോട്ടുള്ള പോകുന്ന വഴിയൊക്കെ ഇവിടെ കറക്റ്റ് പക്കായിട്ട് ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ വിഗ് മച്ചാൻ്റെ കുറേ ബോറടിക്കുമ്പോൾ കാണിക്കുന്ന കുറേ സെറ്റപ്പുകളാണിത്. മച്ചാൻ ബോറടിക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. മച്ചാൻ TV ഫോണൊന്നും കാണാറില്ല. മച്ചാൻ ബോട്ടുണ്ടാക്കി കളിക്കും ബോറടിക്കുമ്പോൾ. അയ്യോ വെള്ളത്തിൽ വീണ് ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ട്രീ ഹൗസ് മേളിൽ നിന്ന് കാണിച്ചു തരാം. നമ്മുടെ ട്രീ ഹൗസ് ഇതാണ് ഗൈസ് നമ്മുടെ അതിർത്തി. ഇതിൻ്റെ അപ്പുറത്തോട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ നമ്മൾ വെട്ടും ഗൈസ്. ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റണല്ലോ.
അത് കണ്ട ഗൈസ്, ഏതാ ലുക്ക്. ഇവിടുന്ന് ഒരു രസമുണ്ടല്ലേ ഗൈസ് ഇത് കാണാൻ. മപ്പല്ലേ, നമുക്ക് ഇവിടുന്ന് സെറ്റാക്കണം. ഇനി ഒന്നുകൂടെ മേളിലോട്ട് വരുമ്പോഴത്തേക്കും ആകാശമൊക്കെ കാണാൻ പറ്റും ഗൈസ്. ആറാ കുറയ്ക്കണം. ഓ കുതിരയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാ മച്ചന്മാർക്കും എൻ്റെ വക ഹാപ്പി വിഷു. എല്ലാവരും വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് അടിച്ചു പൊളിക്കുക ഗൈസ്. കൈനീട്ടമൊക്കെ കിട്ടുന്നത് വാങ്ങിച്ചോളൂ ഗൈസ്. അതൊന്നും മിസ്സാക്കി കളയില്. നമുക്ക് ആകെ മാസം കിട്ടണ കാശെന്ന് പറഞ്ഞാൽ കൈനീട്ടമാണ് ഗൈസ് കൂടുതൽ. എനിക്കൊക്കെ കൈനീട്ടം കിട്ടാറുള്ളൂ ഗൈസ്, അല്ല പോക്കറ്റ് മണി അങ്ങനെയൊന്നും കിട്ടാറില്ല. അപ്പോൾ കൈനീട്ടമൊക്കെ വാങ്ങിച്ച് പൊളിക്കുക ഗൈസ്. എനിക്കിനി കൈനീട്ടമൊക്കെ കിട്ടിയിട്ട് വേണം ഒരു കൺട്രോളർ സെറ്റപ്പൊക്കെ വാങ്ങിക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു A+ സാധനങ്ങളൊക്കെ നമ്മുടെ 9ാം ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് PC വാങ്ങിച്ചു തരും ഗൈസ്. PC നമ്മൾ അസ്യൂസിൻ്റെ ടഫ് A15 ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കണേ. അടിപൊളി PC ആണെന്നാണ് എനിക്ക് മനസ്സിലായത് ഗൈസ്. കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഗെയിമിങ്ങിന് പറ്റിയ 50,000 അണ്ടറിലുള്ള ഒരു PC, ഗെയിമിങ്ങിന് പറ്റിയ ഒരു അടിപൊളി PC ആണ് ഗൈസ് അസ്യൂസ് A15. പിന്നെ നമ്മൾ കുറേ കൺട്രോളറും പിന്നെ അതിൻ്റെ കീബോർഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടല്ല ഞാൻ റിവ്യൂ ഇട്ട് കാണിച്ചു തരാം ഗൈസ്. വായിക്കുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഗൈസ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടും എനിക്ക് വേണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ PC ഒക്കെ വാങ്ങിച്ച് വലിയ ഗെയിംസൊക്കെ കളിക്കാൻ തുടങ്ങുള്ളൂ. PC വാങ്ങിച്ചാൽ തന്നെ വലിയ ഗെയിംസൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗൈസ്. GTA പോലുള്ള വലിയ ഗെയിംസൊക്കെ കളിച്ച് നമ്മൾ ഓൺലൈൻ മൾട്ടിപ്ലെയറൊക്കെ ഇട്ട് ഗെയിം തെറാപ്പിസ്റ്റിനെ ടോംസിനെയൊക്കെ പോലെ വലിയ വീഡിയോസൊക്കെ ഇട്ട് സെറ്റപ്പ് ആവും ഗൈസ്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് എനിക്ക് വേണ്ടത്. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാ മച്ചന്മാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫുൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ ഗൈസ് MG. ബൈ ഗൈസ്.